ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജെറുസലേമിൽ പോവാണ്. ട്രെയിനിലാണ് പോകുന്നത്. ഹഗാനെ ചൊല്ലാണ് ബസ്സിന് കയറ്റിയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ട്രെയിനിന് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനും വേറെ 3 ചേച്ചിമാരുമുണ്ട്. ഞങ്ങൾ 4 പേരാണ് പോണേ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അടുത്ത വിശേഷം കാണാം. ഇതെൻ്റെ സീതാ കൊണ്ടുള്ള ചേച്ചിയാണ്. ഞങ്ങൾ നാട്ടുകാരാണ്, ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. നാലാം നമ്പർ ബസ്, 16 നമ്പർ റൂട്ട്. ഇതിൽ ഏതെങ്കിലും വന്നാൽ നമുക്ക് പോകാം. ചുട്ട് പൊള്ളുന്ന വെയിലാണ് കേട്ടോ, നട്ടുച്ച നേരം. അതെട്ടോ കയറാവോ? നമ്പർ 8 ബസ് വരുന്നത്. അതിൽ ബസ്സിൽ കയറാം. ബസ്സിൽ സ്ഥലമുണ്ട്. എന്റെ മുമ്പിൽ സീറ്റിലാളുണ്ടല്ലോ. അല്ലെങ്കിൽ അയ്യോ കയറാനൊക്കെ പാടാണ്. ഇറങ്ങുമ്പോ വിളിച്ചേക്കണേ. ഇതാണ് എപ്പോഴും ഞാൻ ഇരിക്കുന്ന സീറ്റ്. ഇന്ന് അവിടെ ആളും ഫ്രണ്ടിൽ. എന്തോരം വണ്ടികളല്ലേ. നമ്മൾ ഹഗാനയിൽ എത്തിയായിരുന്നു. പക്ഷെ ഒരു ചേച്ചി കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ചില സാധനങ്ങൾ എടുക്കാൻ മറന്നുപോയി. അത്യാവശ്യം വേണ്ട പാസ്പോർട്ട് കാര്യങ്ങൾ. അപ്പോൾ ചേച്ചി തിരിച്ച് കയറി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടുന്ന് ഇവിടുത്തെ ചെറിയൊരു വ്യൂ ആണ് ഉണ്ടാവും. ചേച്ചി വരുന്നതിന് അയ്യോ ഇതിവിടെ ചെക്കിങ് ഉണ്ട്. ചേച്ചി ഒരു മിനിറ്റ് ഇതൊന്ന് പിടിച്ചേ, ഇതൊന്ന് തൂക്കട്ടെ. അല്ല ചേച്ചി ടിക്കറ്റ് എടുക്കണ്ടേ? റെക്കോർഡാണോ? ടിക്കറ്റ് എടുക്കണ്ട. ആണോ? റെക്കോർഡാണോ? ആ, നമ്മുടെ കാർഡ് പൈസ ഉണ്ടെങ്കിൽ കാർഡ് ഇവിടെ വെച്ച് നോക്കട്ടെ. ഇവിടെയല്ല, ഇവിടെ നോക്കട്ടെ. ആ വെച്ച്. അപ്പോൾ തുറന്നു വന്നു, കയറി. JLM നവോൺ. അതെ 3 12:45 741. 12:45 741. 3 ഇങ്ങോട്ടാണ്. എസ്കലേറ്റർ ആണ്. רכבת מהירה חולפת ברציף 3. נא להתרחק בשפת הרציף אל מעבר לקו הצהוב. ഒരു മിനിറ്റ്, ഞാനിവിടെ ഗൂഗിളിൽ ചെന്ന് എൻ്റെ വേയാണ് കാണിക്കുന്നത്. ഗൂഗിളിലെടുത്തു. ഞാൻ എൻ്റെ വേയാണ് കാണിക്കുന്നത്. എനിക്ക് അല്ലാത്തവർ അറിയത്തില്ല. ട്രെയിൻ എന്നതടിക്കുന്നത്? ടെൽ അവീവ്
ട്രെയിൻ ഫ്രം ടെലവീവ് ഹഗാന അടുത്തടുത്ത് ഹഗാന ടു ജെറുസലേം ടൈം ടേബിൾ. ഇത് എന്നിട്ട് ഞാൻ എന്നെയും മാപ്പ് എടുക്കും. മാപ്പ് എടുക്കുമ്പോൾ ഇതുണ്ടോ ഫുള്ള് ട്രെയിനിൻ്റെ ഷെഡ്യൂൾ കാണിക്കും. ഇതൊക്കെ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ ഓൾറെഡി നേരത്തെ നോക്കിക്കൊണ്ട് ഇത് സവിതോർ സെൻറ്റർ വരെയുള്ളൂ, അതല്ല. നമ്മൾ ജെറുസലേം എന്ന് പറയുന്നത് ഇത്സാക്ക് നവോണാണ്. ഞാൻ ഓൾറെഡി നോക്കിയതുകൊണ്ട് എനിക്കറിയാം ഇതാണ്. കണ്ടോ ടെലവീവ് ഹഗനയിൽ കയറിയ ബെൻഗുരിയൻ എയർപോർട്ടും കഴിഞ്ഞാൽ ഇത്സാക്ക് നവോൺ രണ്ടാമത്തെ സ്റ്റോപ്പ് 12:45. ഇത് ട്രെയിനിൻ്റെ നമ്പർ 67:45 ട്രെയിൻ എഴുതി കാണിക്കും. പിന്നെ ഇവിടെ കാണിക്കും അനക്കാതെ പിടിക്കുക. 67:43 ട്രെയിൻ നമ്പർ. ഇത് ട്രെയിൻ വരുന്ന ടൈം, ഇത് നമ്മളവിടെ എത്തുന്ന ടൈം. ഓക്കെ, അത്രേ ഉള്ളൂ അല്ലേ. താങ്ക് യു. അങ്ങനെ പ്ലാറ്റ്ഫോം 3 ട്രെയിന്. പിന്നെ അതേപോലെ മാപ്പിലിവിടെ കാണിക്കും. നമ്മളിപ്പോൾ അത് ടെലവീവ് ഹഗനയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ട്രെയിൻ പോകുമ്പോൾ നമ്മൾ ഈ ബ്ലൂ ഉണ്ടല്ലോ നമ്മുടെ ഈ ലൈറ്റ്, അതിങ്ങനെ അതിൻ്റെ സ്റ്റോപ്പിൽ ഇങ്ങനെ പോകും. നമ്മൾ ഇനി ഇങ്ങോട്ടേക്കാണ് പോകുന്നത് തോന്നുന്നു. അതെ, എയർപോർട്ട് ഇത് ബെൻഗുരിയൻ എയർപോർട്ട്. ഈ കാണിക്കുന്ന വെള്ള കാണിക്കുന്ന സ്റ്റോപ്പ് ട്രെയിൻ പോകുന്നതിൻ്റെ. പിന്നെ അടുത്തത് കാണിക്കുന്ന ജെറുസലേം ലാസ്റ്റ് സ്റ്റോപ്പ്. കണ്ടോ, നമുക്ക് അവിടെ വരെ ഉള്ളൂ. അവിടെ വരെ ഞാൻ അവിടെ ജെറുസലേം ചെന്നിട്ടുള്ള എസ്കലേറ്റർ കയറ്റാണ് ഒരു കയറ്റം. അതാണ് ഈ വീഡിയോ എടുക്കേണ്ടത്. מתבקשים להתרחק משפת הרציף. ഇപ്പൊ കാണിക്കാം ട്രെയിൻ കയറുമ്പോൾ ഇവിടെ ഇത് കണ്ടോ, ബട്ടണൊക്കെ നമ്മൾ തമ്പ് വെച്ചാൽ അത് ഓപ്പൺ ആവുള്ളൂ. വെച്ചാലും ഓപ്പൺ ആവുള്ളൂ. ഇപ്പം നിനക്ക് കാണാമല്ലോ, അവർ ഇറങ്ങാനുണ്ടെങ്കിൽ അവരവിടെ നിന്ന് ഇറങ്ങും. അത് അങ്ങനെ അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്നിടത്താണെങ്കിൽ നമ്മൾ തമ്പ് വെച്ചാൽ അത് വെച്ചു അവരവിടെ നിന്ന് വെച്ചു. കണ്ടോ, അതേപോലെ വൺസ് ഇത് വിടാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്പ് വെച്ചാലും തുറന്നു തരൂല. ആണോ? ഇപ്പൊ പച്ച കാണിച്ചു, അന്നേരം റെഡ് കാണിക്കും. പോകാറായി അല്ലേ? ഇതന്നത് ഈ 5 ഡോർ നമ്പറാ. ബോഗി നമ്പർ. ഇത് മെട്രോ അല്ലല്ലോ, സാധാ ട്രെയിൻ അല്ലേ? നമ്മുടെ നാട്ടിലെ മെട്രോ പോലെയാണ് സാധാ ട്രെയിൻ. അപ്പൊ ഇവിടുത്തെ മെട്രോയ്ക്ക് എന്താ പ്രത്യേകത? അത് നഗരത്തിൽ കൂടെ പോകും, ഇത് നഗരം അല്ലാതെ സ്ഥലത്ത് കൂടെ മെയിൻ സ്റ്റേഷൻ മാത്രം. മെട്രോ എല്ലായിടത്തും കൂടെ പുറത്തുകൂടെ ഫുള്ള്. ഇവിടെ മെയിൻ സ്റ്റേഷൻ മാത്രം. 2 നിലയിലൊക്കെ ഇരിക്കുക ആൾക്കാർക്ക്. കണ്ടോ, ഡബിൾ ഡെക്കർ. താഴെ കാണാനോ, മേളത്തെ വീഡിയോ എടുക്കാനോ. പിന്നെ ഒരിടത്തുണ്ട് ഒരു ബോഗി മുഴുവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മുടെ നാട്ടിലെ മെട്രോ പോലെ ഒരു ബോഗി. നമുക്ക് ഈ ലഗേജ് ഒക്കെ വെച്ച് കയറുമ്പോഴേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലഗേജ് സ്പേസ് ഇല്ലല്ലോ. ഒരു ബോഗിയുണ്ട് ഫുള്ളുണ്ട്. ഇങ്ങനെ ഇരിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുള്ള ഒരു ഞാൻ പോകുമ്പോൾ എടുത്തോ, ഓപ്പൺ ആക്ക്. മാപ്പിൽ പോയി മുകളിൽ ജെറുസലേം അടിച്ചു, ഡയറക്ഷനിൽ പോയി. അപ്പോൾ ആ എഴുത്ത് കണ്ടോ, ഹീബ്രുവിൽ കുറേ എഴുത്ത് കാണും. അത് ട്രെയിനായിരിക്കും. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2 റൈഡ് 2 സ്റ്റോപ്പ് കൂടെ ബെൻഗുരിയനും 2 സ്റ്റോപ്പ്. അത് ബസ്സിൻ്റെ ആണല്ലോ കാണിക്കുന്നത്. അല്ല, അത് അവിടെ ഇറങ്ങിയിട്ട് സെൻറ്ററിലേക്ക്, അതായത് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ആ ഒരു ഇത്. നമ്മൾ ജെറുസലേം എന്ന് പറയുന്നത് ജെറുസലേം സെൻറ്ററിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ബസ്സിന് പോയാൽ 15 ബസ് നമ്പർ കയറിയിട്ട് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ സെൻറ്ററിൽ ഇറങ്ങാം. സ്റ്റാർട്ട് കൊടുത്താൽ അല്ലേ? ഇപ്പം പക്ഷേ ഇതിൽ ജെറുസലേമിന് നമ്പർ 741 കാണിക്കുന്നത്.
പിന്നെ എന്താന്ന് പറഞ്ഞാലും കയറുമ്പോൾ ഒന്നും കൂടി ചോദിക്കും ആരോടെങ്കിലും ജെറുസലേം എന്ന് ചോദിക്കും. പിന്നെ നമ്മൾ എന്താണെന്ന് അറിയില്ല. ലേറ്റ് അല്ല, അതിന് മുന്നേ വണ്ടി വരാനുണ്ട്. ട്രെയിൻ വരാനായി ഈ മഞ്ഞയുടെ ഇപ്പറേ നിൽക്കാവുള്ളൂ. 47 ആയതുള്ളൂ, 3 മിനിറ്റ് ഉണ്ട്. ഒത്തിരി തിരക്കുണ്ട്. ഇത് മഞ്ഞയുടെ ഇപ്പറേ നിൽക്കണം. 741 വന്നു. അകത്ത് കയറി മേലെ കയറുന്നില്ല. എയർപോർട്ടിൽ നമുക്ക് കാണാനില്ല. ഇതാണ് എയർപോർട്ട്. ഇവിടെ ഈ ബോർഡിൽ നോക്കുള്ളത് ടെലവീവ്. ഇനി അടുത്ത സ്റ്റോപ്പ് ഇവിടെ എഴുതി കാണിക്കും, ഇംഗ്ലീഷിലുണ്ട്. ടെലവീവ് എയർപോർട്ട്, ടെലവീവ് എയർപോർട്ടിലാണ് കാണിക്കുന്നത്. ഇവിടെ തൊട്ടാൽ മതി, പുറത്തേക്ക് പോകാം. എന്റെ കോലം ശരിയാണല്ലോ. ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും ഞാൻ വിത്ത് മാസ്കാണ്. ഇനി നമുക്ക് 2ാം നിലയിൽ കയറുക. നടക്ക ഞാൻ പുറകെ വരാം. മേലേക്ക് കയറണോ ചേച്ചി? കയറ് തന്നെ പോകാം. എന്റെ മാസ്ക് കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുന്നു. 3ാമത്തെ നിലയല്ലേ? അത് മറ്റേതാരവിടെ ഇരിക്കുന്നത്. ചക്കറാണ്. Hanno le nostre താമസം കുറവാണ്. അഗ്രികൾച്ചർ ബിസിനസ്സുകാരൊക്കെ ഇവിടെ ആയിരിക്കും. ഇവിടെയൊന്നല്ല. അല്ല, ഇത് ബോർഡറും അല്ലല്ലോ. ഇതല്ല അലവിൻ എയർപോർട്ട് ഏരിയ. ആൾത്താമസം പറ്റ കുറവല്ലേ? അതാ ഇവിടെ എന്തോ സ്ഥലങ്ങളാണെന്നറിയാമോ? അധികം വേണ്ട എനിക്ക്. നമ്മുടെ എല്ലാ സീറ്റിന്റെ ചാർജർ വേസ്റ്റ് ഇടാനും ഛർദി അങ്ങനത്തെ ഒക്കെ ചാർജർ. ഇത് ഛർദിക്കൊക്കെ ചെയ്യാനുള്ള കവറ്. പിന്നെ തണല് വരണമെങ്കിൽ അത് പിടിച്ച് താത്തണം. പിന്നെ അത്രയൊക്കെ ഉള്ളു അല്ലേ? പിന്നെ എക്സിറ്റ് ആണ്, പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ.
ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞെക്കിയാൽ മതിയോ? അങ്ങനെ കയറി എത്തി. എക്സിറ്റ് എന്റെ അമ്മച്ചേ, എന്തോ ഇത്. എന്താ അങ്ങനെ ആയിപ്പോയി? താഴേക്ക് തിരിയുന്നില്ല. ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്തേ. ഓണാക്കിയില്ല, എനിക്ക് എപ്പോഴും പറ്റുന്ന റെക്കോർഡ് ചെയ്യാൻ മറന്നു പോകും. താഴെങ്ങാനും കമന്ന് പോയാൽ തീർന്നല്ലേ. അയ്യോ, ഇത് നോക്കാൻ പേടിയാ. ഹായ്, അങ്ങനെ കാണിക്കൂ. ഹായ്, എത്രയായേ? താങ്ക് യു. കാർഡ് വെക്ക്. വെച്ച് കഴിയുമ്പോൾ അത് ഓപ്പൺ ആകും. ഇതടയും, വെക്കുമ്പോൾ ഓപ്പൺ ആവും. I love Jerusalem. ഇനി നമ്മുടെ ജെറുസലേമിലെ കാഴ്ചകൾക്കാണ് അടുത്ത വീഡിയോയിൽ Hi.
ഇങ്ങനെ എന്നാ പറയണ്ട ഒരാളുടെ മണ്ടേന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ടോ ഉണ്ടല്ലേ? സെൻട്രൽ സ്റ്റേഷൻ, സൂം ചെയ്താൽ ജാവ സെന്റർ, അടുത്ത് നമുക്ക് ഡമാസ്കസ് ഗേറ്റ്. ഒന്നുമില്ലേലും എനിക്കത് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞ സ്ഥലങ്ങൾ ഞാൻ പെട്ടെന്ന് പഠിക്കും. പോലീസുകാരെ കണ്ടു. ഇതിലെ ട്രെയിൻ അങ്ങ് വളയണം. ഡമാസ്കസ് ഗേറ്റായി. അപ്പോൾ അതിന് ഇവിടെയാണ്. ഇവിടെയാണ് അവിടെ വളഞ്ഞു ചെല്ലുമ്പോഴായിരുന്നു നിർത്തി വരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ പോലീസ് ഉണ്ടല്ലോ. നിർത്തിയോ? ഇവിടുന്ന് അങ്ങോട്ടായിരുന്നോ വളഞ്ഞെന്ന് അറിയത്തില്ല. അടുത്തത് എവിടെയാ നമ്മുടെ സ്റ്റോപ്പ്? ഞെക്കണോ? ഇവിടെ ഞെക്കാൻ, സ്റ്റോപ്പിൽ ഞെക്കണോ? എന്തിന്റെ ഇവിടെ ഞെക്കുന്നത് കണ്ടിട്ടില്ല. അതിപ്പോ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാം. ഇവിടെ എല്ലായിടത്തും നിർത്തുവാണോ അതോ നമ്മൾ ഞെക്കണം എവിടെയും? മറ്റേ ന്യൂ ഗേറ്റ് ഇത് ഞാൻ നിങ്ങളെ നടത്തിക്കും. അപ്പം നമ്മൾ പറഞ്ഞാൽ മതിയായിരുന്നു. ഇതെന്താ 21 നമ്പറാ? ഇതിപ്പം എങ്ങോട്ടാ പോണേ? ദൈവാനുഗ്രഹം കറക്റ്റ് സ്റ്റേഷൻ ഇതാ ഡമാസ്കസിന്റെ ഗേറ്റ് വരുന്നത്. ദൈവം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നിങ്ങളിനെ നടത്തിക്കേണ്ടി വരും. ഈന്തപ്പനകൾ കാണുമ്പോൾ അല്ലേ? ഈന്തപ്പന അതെ ഈന്തപ്പനയുടെ എല്ലാം ഇവിടെ എങ്ങനെ വേണം പറയാം. ഗേറ്റ് വരുന്ന അവിടെയാണ്. അങ്ങനെയല്ല വളഞ്ഞുകൊണ്ട് എത്തിപ്പോയി. മതി. ഒന്നും ചെയ്യണ്ട, ഞെക്കണം അല്ലേ? ഓൻ്റെ അമ്മോ എന്താ വെയില്. അപ്പോൾ ലൈറ്റ് റെയിലിൽ കയറി നമ്മൾ ഡമാസ്കസ് ഗേറ്റിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരേക്കും ബൈ. അടുത്ത വീഡിയോ ഡമാസ്കസിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇറങ്ങിപ്പോവാണ്. അതാണ് പള്ളി.